ഇതിപ്പോ വെറും 3-4 മണിക്കൂർ കാലത്ത് തൊട്ട് പെയ്ത് ഒരു 12 മണി വരെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെ വെള്ളം കയറി വെക്കണേ. 2 ദിവസം കൂടി മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല പിന്നെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നാളെ എന്നോട് ഞാൻ നുണ പറയാന്ന് അത് കേൾക്കുമ്പോൾ ഭയങ്കര അപ്പോഴൊക്കെ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പണിസ്ഥലം. നോക്ക് ചേച്ചി, വെള്ളം കയറിയില്ലേ? കാർപോർട്സ് വരെ എത്തി തുടങ്ങിയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല പൊന്നു. വെള്ളം വരുന്നുണ്ടോ നോക്കി, ഇവിടെ വരെ വെള്ളമായി. അയ്യോ പാവട്ട, അവളുടെ കിടക്കുന്ന സ്ഥലമാണ്. മഴയത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേ നോക്കിയേ എല്ലാവരും തോർത്തു കൊടുക്കാനായിട്ട് എന്ത് ഇഷ്ടം എന്നറിയായിരുന്നു. നോക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. ആയോട്ടാ, ഇന്ന് നമ്മളുണ്ടല്ലോ, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തൃശ്ശൂർ നല്ല മഴയായിരുന്നു. ആ മഴയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം കാണാം. നമ്മുടെ അവിടുത്തെ വെള്ളം കയറിയ കാര്യങ്ങളൊക്കെ ആദ്യം കാണാം കേട്ടോ. ഒരു മാറ്റമില്ലാതെ ഈ പ്രാവശ്യം അതേട്ടാ നമുക്ക് മഴ പെയ്തപ്പോൾ ഇതാ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വിജയിച്ചാണ് കേട്ടോ. ഇതാ ജോലി കഴിഞ്ഞ് പോവാണ് ചേച്ചി. ഈ റോട്ടിൽ കൂടെ ഇതേപോലെ പോണം ചേച്ചിക്ക്. അതാണ് ചേച്ചി, വെള്ളം കയറിയില്ലേ? കാർപോർട്സ് വരെ എത്തി തുടങ്ങിയിട്ട് ഇവിടെ. പാവൻ ചേച്ചി ഇങ്ങനെ മാത്രല്ല കേട്ടാ, നമ്മുടെ അച്ഛൻ വരെ ഇങ്ങനെയല്ല നിൽക്കണേ. മഴ ശക്തി കൂടിയിട്ട് വെള്ളമൊക്കെ ഇതാ ഇതേപോലെ കയറി തുടങ്ങിയിട്ട് അത് നമ്മുടെ കാർപോർട്സ് വരെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പേലിക്കുട്ടി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അവൾ അവിടെ നിന്ന് മാറ്റാൻ പോവാണ്. പാവം വെള്ളം വരുന്നതൊന്നും അവൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടാ. പാവം കിടക്കണ നോക്കിയേ, ദേവടിക്കൊക്കെ ഇങ്ങനെ വെള്ളം എത്തി നമുക്ക് കണ്ട. ഇവിടെ വരെ എത്തി. നമ്മുടെ ചെരുപ്പിൻ്റെ ദേവടിക്കൊക്കെ ആയിട്ടുണ്ട്. പേലിക്കുട്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട്. പേലിക്കുട്ടി, എന്റെ മോളിഞ്ഞ് ഇവിടെ ഇരിക്കണ്ടാവാ, നമുക്ക് മോളെ പോയി കിടക്കാം. വാ, എന്റെ മോളെ ചാക്ക അങ്ങോട്ട് ഇട്ട് തരാം. വാ, എണീക്ക് എന്റെ മോളെ എണീക്ക്. അല്ലുൻ്റെ അടുത്ത് കിടന്നു, അല്ലുൻ്റെ അടുത്ത് വാ. ഇവിടെ ഇരിക്കാൻ പറ്റില്ല പൊന്നു, വെള്ളം വരുന്നുണ്ടോ നോക്കി, ഇവിടെ വരെ വെള്ളമായി. അയ്യോ പാവട്ട, അവളുടെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കയറി ഇവിടെ വരെ എത്തി തുടങ്ങി. അപ്പം ഞാൻ ഇവിടെ അവിടെ കയറ്റി കിടത്തട്ടെ. വാ മോനോ, വായ്യാ, ഈ ചാക്ക അവിടെ ഇട്ടുതരാം. വാ, ആടി പൊന്നേ, വാ പൊന്നിന്റെ ചവിട്ടി. വാ, അകത്തിക്കല്ല അകത്തേക്ക്, അത് വെച്ചിട്ട് അകത്തേക്ക് പോവാ. ഇവിടെ കിടന്നു അല്ലുൻ്റെ അടുത്ത്. എന്നാ ചാക്ക് ഇട്ടുതരാം. ഇതിൽ കിടന്നു കേട്ടാ. അവർ ഈ ചാക്കിൽ കിടന്ന് ശീലമുള്ള കാരണം അവർക്ക് ചാക്ക് കിട്ടണം. അപ്പൊ നമ്മുടെ അവിടെ വെള്ളം കയറി തുടങ്ങി. പേലിക്കുട്ടി ടൈസണതാ അവിടെ ഇരിപ്പായിട്ടുണ്ട്. അമൃതസുട്ടൻ വന്നിട്ട് പിന്നെ അവൻ എന്തോ പതുക്കെ ഒന്നുകൂടി അവിടെ നടന്നു. ഇങ്ങടെ ആള് അവിടെ കിടന്നോട്ടെ, അഞ്ഞ് പേടിക്കണ്ടായിട്ടാ. ഷായിട്ട് എന്താ പണിസ്ഥലത്തേക്ക് പോയിട്ട് വരുന്നതാണ് കേട്ടോ. നമുക്ക് പണിസ്ഥലത്തിൻ്റെ അവിടെ തന്നെ വെള്ളമാണ്. ഞാനത് കാണിച്ചിട്ട് ഉണ്ട് കേട്ടാ. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കയറും. പിന്നെ നമുക്കൊന്ന് പണ്ടുണ്ടെങ്കിലേ എല്ലായിടത്തേക്കാളും വിട്ട് ഈ കോമ്പൗണ്ടിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന സ്ഥലം നമ്മുടെയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മഴ പെയ്യുമ്പോഴേക്കും ഈ കാർപോർട്ടിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറണേ. ഇനി നമുക്ക് ഇവിടെ പൊക്കാനും പറ്റില്ല. പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ തറ കാണില്ല, അതേപോലെ ആവും. അപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ വെള്ളം നിൽക്കും. ഈ ഒരു ഭാഗം എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും അങ്ങനെ വെള്ളം കയറില്ല. അത്രയും ശക്തിയിൽ വെള്ളം കയറണം. 2018 നമുക്ക് വെള്ളം കയറിയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റും വെള്ളം നിന്നിരുന്നു കേട്ടാ. നമ്മുടെ എറയത്തിൻ്റെ ഒപ്പം വെള്ളം നിന്നിരുന്നു. ആ എറയത്തിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുമ്പോഴും ഈ പുല്ലില്ലേ ഇവിടെ ഇങ്ങടെ വെള്ളം കയറിയിട്ടുള്ളൂ. പക്ഷെ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടിനേക്കാളൊക്കെ ഒത്തിരി കൂടി മുകളിലായിട്ട് നല്ല ഹൈറ്റിലായിരുന്നു നമുക്ക് വെള്ളം നിന്നിരുന്നത്. അപ്പൊ നോക്കിയേ, ഞാൻ കാട്ടിത്തരാം. കണ്ടോ എവിടെ വരെയാണ് വെള്ളം വരാന്നുള്ളത് പറയാട്ടാ. ഇപ്പൊ ഈ ഒരു തിണ്ടും ഈ ഒരു തിണ്ടും ഇവിടെ ഇത്തിരി പൊങ്ങിയിട്ടാണ് നിൽക്കണേ. അത് കാരണം അങ്ങോട്ട് പെട്ടെന്ന് കയറില്ല. ഇവിടേക്കും കണ്ടോ അനിയന്റെ വീട് ഹൈറ്റ് ഇങ്ങോട്ട് പൊങ്ങിയിട്ട്. അപ്പൊ ഇത്രയേ നിൽക്കുള്ളൂ. ഇത്രയും വരുമ്പോഴും നമുക്ക് കാർപോർട്ട് അങ്ങോട്ട് കയറി വെള്ളം.
പിന്നെ നമുക്കിത് കണ്ടിട്ടുണ്ടെങ്കിലേ ഇപ്പൊ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഇതേപോലെ വെള്ളം നിൽക്കുന്നത്. നേരെ മറിച്ച് കുറേ നേരം മഴ പെയ്യാതെ നിൽക്കുകയാണെങ്കിൽ, പിന്നെ അത് മാത്രമല്ല തോട്ടിലത്തെ വെള്ളം കൂടി പോയി കഴിയുകയാണെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് നമുക്ക് പോയി കിട്ടുകയും ചെയ്യും കേട്ടാ. പേളിക്കുട്ടി എന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ട. ഇതാണ് നമ്മുടെ പണിസ്ഥലം. കണ്ടോ? അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് പണിസ്ഥലം കാട്ടിയാന്നുള്ളത്. ഇതാണ് പണിസ്ഥലം. കണ്ടോ? പണിസ്ഥലത്തിന്റെ അതിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും. ഈ റോട്ടിലിങ്ങനെ ബാക്കി തറഭാഗം നമ്മൾ ഉയർത്തി കെട്ടിയ കാരണം അങ്ങോട്ട് കയറാണ്ട് നിൽക്കാണ്. ഇനി ഈ തറകളൊന്നും നമുക്ക് ഹൈറ്റ് കൂട്ടാനും പറ്റില്ല, മാക്സിമം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ വരെ ഇപ്പൊ ഈ വെള്ളിയാട്ടന്റെ ഈ ഒരു വീട് വരെയൊക്കെയാണ് ഇത്തിരി താഴ്ന്ന് ഇങ്ങനെ വെള്ളം നിൽക്കുക. ഇങ്ങോട്ട് കയറും തോറും ഹൈറ്റ് കൂടി. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കര എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ പാടായിരുന്നു. കരഭാഗം നമുക്ക് അവിടെ ഏറ്റവും താഴെ അനിയന്റെ ഈ ഒരു സൈഡാണ്. ആ സൈഡ് ഇങ്ങനെ പോന്ന് അങ്ങോട്ട് പോയാൽ ഫുള്ള് കരയായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുന്ന തോറും ഹൈറ്റ് കൂടും. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഉയർന്ന ഭാഗമാണ്. ഇങ്ങോട്ട് നല്ല വെള്ളം കയറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പടിത്തോട്ട് ഇങ്ങോട്ട് ഈ ഒരു അരിവശം ഫുള്ള് കരഭാഗമാണ് ആയിരുന്നത്. അതായത് മറ്റേ താഴ്ന്നു കിടക്കുന്ന ഭാഗം പാടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ പണിസ്ഥലത്തിന്റെ ഈ ബാഗൊക്കെ കരയിൽ പെടുന്ന കാരണം കണ്ടോ, ബാക്കിലേക്കൊന്നും ഒരു കാലത്തും വെള്ളം കയറില്ല കേട്ടാ. അത്രയും ഉയർന്ന കിടക്കണേ. അമ്പ്രു നീയും പോന്നോ ഈ മഴയും കൊണ്ട്? അപ്പൊ ഇവിടേക്കാണ് ഫുള്ള് കരയാട്ടാ. നല്ല സുഖം. ഇവിടെ നമുക്ക് തീരെ വെള്ളം കയറില്ല. അപ്പൊ അവളുടെ ഒരു സന്തോഷം നോക്കിയേ. പേളിക്കുട്ടിയുടെ ഒരു കാര്യം. പാവം അമ്പുറ അവലും വന്നു എന്റെ കൂടെ. ഇതൊക്കെ പിന്നെ നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കണ കാരണം വണ്ടികൾ പോയിട്ട് റോഡൊക്കെ ഇപ്പൊ നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇവിടെ. അപ്പൊ ഈ വണ്ടികൾ പോയി ചാലേ വെള്ളം ഇങ്ങനെ നിൽക്കണേ. കണ്ടോ? വെള്ളിയേട്ടൻ്റെ പറമ്പിലൊക്കെ നിറയെ വെള്ളം നിൽക്കൂട്ടാ. കാരണം ഇനിയിപ്പോൾ ഇവിടെ വെള്ളിയേട്ടൻ കൂടുതൽ മണ്ണടിച്ച് പൊക്കിയാൽ തന്നെ വെള്ളിയേട്ടൻ്റെ വീട് ഇരിക്കുന്ന ഭാഗത്തായിരിക്കും പിന്നെ വെള്ളം നിൽക്കുക. അതാണ് പിന്നെ ഒരു കുഴപ്പമുള്ളത്. എനിക്ക് അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടാ. കണ്ടാ ഇങ്ങനെയാ താന്ന് പോകാൻ നല്ലൊരു കുണ്ടുണ്ട്. അപ്പൊ അത് കാരണം അവിടെ വെള്ളം ഉണ്ട്. പിന്നെ നമ്മുടെ പറമ്പ് നോക്കിയേ. നമ്മുടെ പറമ്പിൽ ഇപ്പൊ നമ്മളിപ്പോ 2 വർഷമായിട്ട് നന്നായിട്ട് മണ്ണടിച്ച കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും കണ്ടിങ്ങനെ നിൽക്കും. ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ എന്നിട്ട് കുഴപ്പമെന്ന് അറിയോ, നമ്മൾ അത്രയും എന്താ പറയാ വളർത്തി കൊണ്ടുവന്ന ചെടികൾക്കൊക്കെ പെട്ടെന്നൊരു എന്താ പറയാ വളർച്ച കുറയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. പിന്നെ അവിടെ നിന്ന് വീണ്ടും പിടിച്ച് കയറി വരാൻ സമയം പിടിക്കേ. നമ്മുടെ പീച്ചിങ്ങൊക്കെ കണ്ട നമ്മൾ അതേപോലെ മാടിയിട്ട് അതിന്റെ മുകളിൽ വെച്ച കാരണം അങ്ങോട്ട് വെള്ളമായിട്ടില്ല. പക്ഷെ അതിന്റെ ചുറ്റി വെള്ളം നിൽക്കുന്നത് പോലും ചെടിക്ക് ഞാൻ പറഞ്ഞ പോലെ വളർച്ച നന്നായിട്ട് ബാധിക്കും. എന്തായാലും വന്നപ്പോ ഒക്കെ നമ്മുടെ എല്ലാവരും നോക്കിയിട്ട് പോട്ടെ, വല്ല കവറൊക്കെ ഇടാണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പേളിക്കുട്ടി പാവോ, അവളുടെ സ്ഥിരം ചെയ്യണ പോലെ അങ്ങോട്ട് പോയി. ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങണ്ടാവും ഇങ്ങനെ നിൽക്കണ്ടിട്ട വെള്ളം. ഇനി എന്താ പറയാ ഈ വേനലിലും ഇവിടേക്ക് ഒന്ന് മണ്ണടിച്ച് നോക്കണം. വെള്ളം നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണടിക്കും. ഇവിടെ കുഴപ്പമില്ല, കാരണം നമുക്കിപ്പോ വേറെ എത്ര മണ്ണടിച്ച് പൊക്കിയാലും കുഴപ്പമില്ല. പക്ഷെ വീട് നമുക്ക് ഒരു രക്ഷയില്ല. ഇനി വീടിന്റെ തറ പൊക്കാന്ന് മാത്രമേ വഴിയുള്ളൂ. മാക്സിമം പൊക്കളൊക്കെ കഴിഞ്ഞു നമ്മുടെ മണ്ണടിച്ച്. ഇനി പോവാൻ പോവാ പേളിയേ വാ നനഞ്ഞ വരും. എനിക്ക് കൊടയുണ്ടായിരുന്നു, നിങ്ങൾക്ക് അതില്ലല്ലോ. വാ വാ പോവാ. അയ്യോ ചെരുപ്പ് ഇവിടെ താന്നു. പിന്നെ നമ്മുടെ റോഡ് പണിയുടെ ഭാഗമായിട്ടായിട്ട് കണ്ട ബേബി മെറ്റൽ അടിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയേ കട്ട ഇതേപോലത്തെ കട്ടയാണ് കേട്ടാ.
അപ്പൊ ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ റോഡ് പണിയൊന്നും പെട്ടെന്നൊന്നും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റൂല. കാരണം ഇവിടെ പൊറു പിടിക്കും നമ്മുടെ ഈ മണ്ണില്. അപ്പോ ഈ സമയത്ത് ചെയ്താലും തന്നെ എങ്ങനെയായിരിക്കും ഇത് റോഡിന്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ കുറയേ. അപ്പൊ അറിയില്ല ഇനിയിപ്പൊ തുടങ്ങണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ കട്ടയൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോ പണി നടത്തണവര് പറയല്ലോ, ഒരു ഉറപ്പ് പറയല്ലോ, നടത്തിയ കുഴപ്പമില്ലെങ്കിൽ നടത്തും, അതല്ലെങ്കിൽ നീണ്ടു പോവും. കണ്ടോ പണിസ്ഥലത്തിന്റെ ബാക്ക് നല്ല ഉയർന്ന ഭാഗമായിട്ട് ഞാൻ കാട്ടിയില്ല. കണ്ടോ ഫ്രണ്ട് വശം കണ്ട, അതാണ് കരി പാടായി കിടക്കുന്ന കാര്യനായിരുന്നു ഇങ്ങനെ വന്നിട്ടുള്ളത്. കുട്ടി നോക്കിയേ, ഡിഷുണ്ടിരി വീട്ടിൽ പോടി. അങ്ങനെ നമ്മൾ അറ്റത്ത് പോയി വന്നു. നമുക്ക് ഇനി എന്തായാലും നമ്മുടെ പടി വരെ കൂടി പോവാം. നമ്മുടെ തോട് എങ്ങനെയാണ് വെള്ളം പോണെന്നൊക്കെ നോക്കാലോ. നോക്കിയേ കണ്ട, ഇതേപോലെ എത്തുണ്ട്. ആ വെള്ളപ്പൊക്കം വന്നു. ഞങ്ങക്ക് മഴ പെയ്താലേ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, നമുക്ക് പുഴ നേരിട്ട് കാണാം. അതെല്ലാ വർഷം ഉണ്ടല്ലോ. അത് മഴ നിന്ന് കഴിഞ്ഞാൽ പോവും. ഇല്ലില്ല, അവള് എന്റെ കൂടെ ഒപ്പം നടക്കുക. നമ്മുടെ ചേട്ടൻ, നമ്മുടെ വീഡിയോക്ക് കണ്ട ചേട്ടനാട്ടാ നമ്മുടെ പണിസ്ഥലത്തേക്ക് ഗ്യാസും കുറ്റി കൊണ്ടുവന്നത് ചേട്ടൻ. ആ വീഡിയോ പിടിക്കണ്ട്. ഇത് ഷായട്ടിന്റെ ഇപ്പൊ കൊടുക്കണ, ഇപ്പൊ കൊടുക്കാം അല്ലേ? അപ്പൊ ഞാനിതൊന്ന് ഷായട്ടിന് കൊടുത്തിട്ട് വരട്ടെ. നോക്ക്, 2 ദിവസമൊക്കെ മഴ നിന്നാലത്തെ അവസ്ഥ എന്താവോ? ഞാൻ അതാലോചിക്കണേ. അല്ലാതെ ഒരു ദിവസം മഴ പെയ്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ടൊക്കെ കയറിയ ചെടികളൊക്കെ ചെയ്യും, പെട്ടെന്ന് ചെയ്യും നമ്മുടെ ചെടികളൊക്കെ വെള്ളം നിന്നുണ്ടെങ്കിലേ. ഇവിടെ ഒരു ചാലുണ്ട് കേട്ടാ. നമ്മള് ഇപ്പൊ വെള്ളം പോകാൻ വേണ്ടി ചെറിയൊരു ചാലിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഹോള് ഞാൻ മുന്നേ കാട്ടിയാന്നുണ്ട്, ഇപ്പൊ കാണാൻ പറ്റില്ല. ഇതിൽ കൂടെ ഒരു ഹോള് പോണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കി ഇങ്ങോട്ടൊക്കെ കണ്ടോ വെള്ളം കയറുന്ന കണ്ട, ഇതേപോലെയാ നമുക്ക്. ഇപ്പൊ ഇത് കാണിക്കുമ്പോ എല്ലാവരും പറയും, സ്മിത എങ്ങനെയെങ്കിലും നമ്മുടെ വീടിനൊന്ന് പൊക്കാലായിട്ട്. ആലോചിച്ച് തുടങ്ങിയിട്ടില്ലേ ഇപ്പൊ അതിനെ കുറിച്ചിട്ടാ. എന്തായാലും മഴ പെയ്താ കുറച്ച് ആ ദിവസങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായി, അതൊരു ശീലമായി പോയി. എനിക്ക് പേടിയാവും അവിടെ നടക്കുമ്പോ. എന്താണെന്നറിയോ, ഇനി വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് വരുന്ന കുറച്ച് പേരില്ലേ, നമ്മുടെ ഇഴജന്തുക്കള്, എത്ര പേര് ഇപ്പൊ അവിടെ കയറി കൂടിയിട്ടുണ്ടോന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. വെള്ളത്തോടെ വന്നിട്ടുണ്ടാവും, കാരണം അവരുടെ മാളൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നോക്കിയാ നമ്മുടെ തോട് ഇതേപോലെയായി. അപ്പൊ നമ്മുടെ ഇവിടുന്ന് വെള്ളം പോണ ആ ഹോളില്ലേ, അതിന് മോളിൽ കൂടെ വെള്ളം പോണേ. അതിന് മോളിൽ കൂടെ വെള്ളം പോണ കാരണം ഈ തോട്ടിലത്തെ വെള്ളം എപ്പോ താഴണോ അപ്പോഴല്ലാതെ ഇത് പോയി കഴിയില്ല കേട്ടാ. കണ്ടോ അങ്ങോട്ടുള്ള റോഡൊക്കെ കണ്ടോ ഇങ്ങനെയാണ്. അതായത് അങ്ങോട്ട് പാടാണ്, ഇതേപോലെ വെള്ളം നിൽക്കണ്ടാവും അവിടേക്ക് ഒക്കെയും. കേളിക്കുട്ടി ഞാൻ അങ്ങോട്ട് പോണില്ലേ, ഇങ്ങോട്ട് വാ. അപ്പൊ നോക്കിയേ തോട് കണ്ടാ, ഇതേപോലെ വെള്ളം. നമ്മുടെ അവിടെ നിന്ന് വരുന്ന ഹോള് കാണാനില്ല, താന്നിട്ടാണ് നിൽക്കണേ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി റോഡിലെ ടൈലിടുന്നവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മഴക്കാലം വരുമ്പോ ഈ വെള്ളം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നു തോന്നണു, ഒന്നും അറിയില്ല കേട്ടാ. ഇനി നമ്മുടെ കുട്ടിപ്പാട്ടാന്റെ അടുത്തേക്ക് പോട്ടേട്ടാ. അവരവിടെ എന്താ ചെയ്യണെന്നുള്ളത് ഇടയ്ക്ക് നമ്മളെ റൂമിലേക്കൊക്കെ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ അനിയന്റെ വീടിന്റെ കണ്ടോ ടൈലിട്ട ഭാഗമൊക്കെ നല്ല ഉയർച്ചയാണ്, അവിടേക്കൊന്നും തീരെ കയറില്ല. ഷായേട്ടനെ രാത്രി ചുരുക്കി പോകാൻ വേണ്ടിട്ട് അവിടെ നിന്ന് മഴയൊക്കെ വരുമ്പോ നമുക്ക് സന്തോഷാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം കുത്തിയാൽ വെള്ളം നിൽക്കുമ്പോഴൊക്കെ സന്തോഷമാണെങ്കിലും കൂടിയിട്ട് ഇതിപ്പോ വെറും 3-4 മണിക്കൂർ കാലത്തൊട്ട് പെയ്ത് ഒരു 12 മണി വരെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേക്ക് ഇതേപോലെ വെള്ളം കയറി വെക്കണേ. ഞാൻ പറഞ്ഞു 2 ദിവസമാണ് മഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ മഴ നിൽക്കുകയാണെങ്കിൽ ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല കേട്ടാ, കാരണം നമുക്ക് വെള്ളം കയറും, നമ്മുടെ അവിടേക്ക് കയറും. അപ്പോൾ ഒരു ടെൻഷനും പേടിയൊക്കെ അപ്പുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് കണ്ടോ, ഇവിടെ നോക്കുമ്പോ നോക്കി ശരിക്കും പുഴ പോലെ തോന്നണില്ലേ? വണ്ടിക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ വെള്ളത്തിന്റെ ആ ഒരു ഇത് മനസ്സിലാവണത്. ആ ഓളങ്ങൾ ഇങ്ങനെ വരുന്ന പോലെ
പിന്നെ ഈ ഒരു പൊളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഇവിടെ ഇത്തിരി ഹൈറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവരിങ്ങനെ പൊളിച്ച് നീക്കിയിട്ടുള്ളതാണ് കേട്ടാ. അമ്പ്രു പൂവഞ്ഞി നമുക്ക് ആ പേളിക്കുട്ടി പറയാം മതിയായിന്ന്. കാരണം എന്റെക്കാളും ബുദ്ധി ഉണ്ട് അവൾക്ക്. അവൾക്കറിയാം ഇതേപോലെ വെള്ളം നടഞ്ഞെന്നുണ്ടെങ്കിലേ കുറെ ജന്തുക്കളൊക്കെ കയറി വരുന്നു. അവള് പോയി തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി പോവാം. അമ്പ്രു പോവാടാ, വാടാ അമ്പ്രു, നമുക്ക് കുട്ടിപ്പട്ടാളുടെ അടുത്തേക്ക് പോണ വാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ പേടിച്ചിരിക്കട്ടെ. ബാക്കിൽ കണ്ടോ ഇതേപോലെ വെള്ളം വന്നു തുടങ്ങിയപ്പോഴേ അവര് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അകത്തേക്ക് നോക്കിയിട്ട് കരയും. കാരണം വെള്ളം അങ്ങോട്ട് വരുമെന്നുള്ള പേടിയാന്ന് തോന്നിട്ട് അവർക്ക്. നമ്മള് കൊടയായിട്ട് ഇറങ്ങിയപ്പോ അവർക്ക് ഇറങ്ങാൻ കുഴപ്പമില്ല. നനയില്ലട മക്കളെ, എന്താ ഇഷ്ടം നോക്കിയേ വെള്ളത്തിലേടെ നടക്കാൻ. കല്യാണിയും നമ്മുടെ നെയ്മർ കുട്ടനും റൊണാൾഡോ മോനെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടപ്പൈകളെ വാ നോക്കിയേ, വാ നമുക്ക് ബോളിട്ട് കളിക്കാം. ഇവിടെ നമ്മുടെ വീട് വെക്കുമ്പോ മാത്രമാണ് നമ്മുടെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. കാരണം ഇങ്ങനെ വെള്ളം വരുമ്പോഴത്തെ ബുദ്ധിമുട്ട് നന്ന് ഞങ്ങൾ തറ നല്ല ഉയരത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നീട് ഓരോ കൊല്ലം ചെല്ലുന്തോറും വെള്ളം കൂടാണ്. പിന്നെ അറിയാലോ വെള്ളത്തിന് പോകാനുള്ള സൗകര്യങ്ങൾ കുറയാം. അതനുസരിച്ച് നമുക്ക് അതേപോലെ തന്നെ വെള്ളം വരും. പക്ഷെ നേരെ മറിച്ച് കോഴിക്കൂട് കണ്ടോ, കോഴിക്കൂട് പണിതു. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളുടെ റൂം അവിടെ ഒന്നും വെള്ളം കയറില്ല. നമ്മുടെ തറയേക്കാളും ഉയരത്തിലാണ് അവരൊക്കെ നിർത്തി നോക്കണത്. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഞങ്ങള്. ഇവിടെയൊക്കെ വെള്ളം നിൽക്കും, പക്ഷെ അവർക്കൊന്നും വെള്ളം നിൽക്കില്ല. റൊണാൾഡോ മോനെ കളി നോക്കിയ വെള്ളത്തില് നോക്ക്. ആ കല്യാണി കൂടി അടപ്പെട്ടു. അപ്പളേക്കും കല്യാണി കൂടി അവൻ കളിച്ചോട്ടെ, അവളുടെ കുറുമ്പ് കൊണ്ടുവന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പളും മഴയത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേ നോക്കിയേ എല്ലാവരും തോർത്തു കൊടുക്കാശായിട്ട്. എന്താ ഇഷ്ടം അറിയായിരുന്നു. നോക്കി നനഞ്ഞിട്ട് നിൽക്കണേ. ഒരു മടിയില്ലല്ലോ ഇവർക്ക്. വെള്ളം എന്നൊരു പ്രശ്നമില്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക്. കുളിക്കുക നനയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷായിട്ട് എല്ലാവരും തോർത്തു കൊടുക്കുക. അച്ഛനും മക്കളൊക്കെ നനഞ്ഞു. ഷായിട്ടിന്റെ ബനിയും കയറിയിട്ടിട്ട് ആ ഒരു സൈഡിലെ ചോക്കിട് തോർത്തുപ്പോ. അതെ ബസ്സിക്കുട്ടൻ വന്നു. പിന്നെ മഴ നല്ല ശക്തി ഉണ്ടായിരുന്നു കേട്ടോ. മഴ കുറഞ്ഞപ്പോഴേ ഞാൻ ഇറങ്ങിയിട്ട് നോക്കി നമ്മുടെ പറമ്പിലേക്ക് പോവാം. നമ്മുടെ അവിടുത്തെ പറമ്പിൽ പോയില്ലേ, അവിടെ പിന്നെ നമുക്ക് വെള്ളം നിൽക്കണണ്ടല്ലോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടി ടെൻഷൻ തോന്നിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലത്തെ പറമ്പില് ഞാൻ പറയണ പോലെ താഴ്ന്നു കിടക്കുന്ന ഭാഗമായ കാരണം നിറയെ വെള്ളം നിൽക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന നമ്മുടെ ഇതെല്ലാതും പോവും. അതാണ് കുഴപ്പം. ഇവിടെ നമുക്ക് ഈ പ്രാവശ്യം ഇത്തിരി മഴ കുറവായ കാരണമാണ് ഈ ഒരു ടൈമിലേക്ക് ഇത്രക്കെങ്കിലും നമുക്ക് വലുതൊക്കെ നട്ടുണ്ടാക്കാൻ പറ്റിയത്. പക്ഷെ ഈ മഴ പെയ്തിട്ട് എന്താ ഉണ്ടാവുക, അതിന് വളർച്ച ഒക്കെ പോവും. എല്ലാ വെള്ളത്തിൽ നിൽക്കണണ്ട. മാടിയിട്ട് വെച്ചിട്ടുള്ള ഭാഗങ്ങളാണ് എന്നിട്ട് വരെ വെള്ളത്തിൽ നിൽക്കുക. പിന്നെ ഈ പയറിനൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി വീണ് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് ചെയ്യും. പയർ ചെടികളൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാനാണെങ്കിൽ നമ്മുടെ ഈ പയറും ഇങ്ങനെ പൂവെണ്ണ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ നല്ലൊരു മഴ വരുന്നത്. കൂർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ഏട്ടാ മഴ. നമ്മൾ പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടേക്ക് എന്തെങ്കിലും നടുമ്പോൾ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം ഇത്തിരി കുണ്ടാക്കിയിട്ട് നോക്കുക. കാരണം അവിടെ വെള്ളം താന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വെള്ളം കയറാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം കണ്ട ആ കുണ്ടിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ മണ്ണടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ മൊത്തം നമ്മുടെ ബാക്ക് വശത്തേക്ക് വെള്ളം അങ്ങോട്ട് നിൽക്കും. അപ്പം ഈ ഭാഗം ഇത്തിരി താത്തിടും എപ്പോഴും. അത് കാരണമാണ് ഇത്ര കുറവ് നിൽക്കണേ ഇവിടെ വെള്ളം. അപ്പം നമ്മുടെ മഴയുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വെള്ളം കയറുന്നതുകൊണ്ടുള്ള പേടിയല്ല. തോട്ടിൽ നിന്ന് തൊട്ടടുത്ത് കരയായിട്ട് എടുക്കണം നമ്മുടെ വീടായ കാരണം ഇങ്ങനെയുള്ള വല്ല ഇഴജന്തുക്കൾ വന്ന് കയറി കൂടുന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. കാരണം നമുക്കറിയാലോ പലപ്പോഴും പാമ്പിനൊക്കെ നമ്മളിവിടെ കാണുന്ന കാരണം അങ്ങനത്തെ ഒരു പേടിയായിട്ടുള്ളത്. അപ്പോൾ വെള്ളം കയറിയ വിശേഷം കണ്ടുല്ലോ. പക്ഷെ ആ വെള്ളമൊക്കെ ഇതാ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, നല്ല ശാന്തമായിട്ടുണ്ട്. പക്ഷെ എനിക്കിവിടെയുള്ള പണി വലിയൊരു പണിയാണ്. കാരണം വെള്ളം കയറിയപ്പോൾ ഇങ്ങോട്ട് കുറേ അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് സ്ഥിരമാണ്. അപ്പം ഇപ്പം നമ്മൾ വെള്ളം കയറി നിന്ന ആ ഭാഗം ഇപ്പം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാട്ടാ. നമ്മുടെ റോഡൊക്കെ
അല്ലു വലിയ വെള്ളമായിരുന്നു. കണ്ടോ, ഇപ്പം ഇതാ റോഡൊക്കെ ഇതേപോലെയായി നല്ല ശാന്തമായിട്ട് അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നല്ലായിരുന്നു, നമ്മളെ ഒത്തിരി പേടിപ്പിച്ച ഒരു വെള്ളം കയറൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചാലിട്ടൊക്കെ ഇങ്ങനെ ഒഴുകി പോവും. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം പോകാനായിട്ട് ചെറിയ ഹോള് പോലെ ഇട്ടിട്ട് അതിൽ കൂടെയാണ് നമ്മുടെ തോട്ടിലേക്ക് വെള്ളം പോവുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വെള്ളം കയറിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇങ്ങനെ അരുത്തോടെ ഇവിടെ ഒരു സൗണ്ടൊക്കെ ആട്ടെ വെള്ളത്തിൻ്റെ. ഹോളിൽ കൂടെ പോണ ഒരു സൗണ്ട് ഇങ്ങനെ അറിയാം നമുക്ക്. എന്താ ഇത്രയും പോകുന്ന ഹോളാണ് ഇട്ടോക്കണം നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട്. കാരണം നമ്മുടെ ഇവിടെ ഇത്തിരി ഉയർന്നിട്ടുള്ള ഭാഗമാണ്, ആ പടി കൂടെ വെള്ളം പോകാനായിട്ട് ഇട്ടോക്കുകയാണ്. എവിടേക്കും കണ്ടോ വെള്ളം ഇങ്ങനെ നിന്നിട്ടുള്ള ചെളിപ്പിളി. ഇപ്പം നമ്മുടെ നോക്കിയേ, ഇവിടെ ഒക്കെ വെള്ളം കുറഞ്ഞു. നമ്മുടെ തോടിലത്തെ വെള്ളം നോക്കിയേ എങ്ങനെ കുത്തി ഒലിച്ചൊഴുകിയിരുന്നതായിരുന്നു. ഇപ്പം ഇതേപോലെ നല്ല ശാന്തമായിട്ടാണ് ഒഴുകണേ. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് പോണ ആ ഹോള് കണ്ട, അത് നമുക്കിവിടെ കാണാൻ പറ്റി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, തോട്ടിലത്തെ വെള്ളം പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുറ്റത്തെ വെള്ളം പോവുള്ളൂ എന്ന്. അപ്പം അതായത് തോട്ടിലത്തെ വെള്ളം കുറച്ചും കൂടി താഴ്ന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ റോഡിലത്തെ വെള്ളം പോയി കഴിയും. മറ്റേത് ഇന്ന് ഇവിടെ കാണാൻ പറ്റിയിരുന്നില്ലല്ലോ. അങ്ങനെ നല്ല ശാന്തമായ സമയമായി. നല്ല ഇളം വെയിലൊക്കെ ഉദിച്ചു. ഇനി നമ്മുടെ കാർപോറേഷൻ്റെ ക്ലീനിങ്ങിന് പോട്ടെ ഞാൻ. പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് കേട്ടാ. പിന്നെ നമ്മുടെ അല്ലു നമ്മളെ അവിടെ ഇരുന്നപ്പോൾ അവിടെ ഇരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഇരുന്നു. ഇനി നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇരിക്കും അവള്. അല്ലുമണിക്ക് വൃത്തി ഭയങ്കര കൂടുതലായിട്ടാ. അവൾ ഇങ്ങനെ നക്കി തുടച്ച് വൃത്തിയാക്കി ഇരിക്കും. അവള് കുറേ നേരം ഇരിക്കും. നല്ല ക്ഷമ വേണം അവളുടെ ഈ ഒരു വീഡിയോ പിടിക്കണമെങ്കിൽ. അത്രയും സമയം എടുത്തിട്ട് അവൾ വൃത്തിയാക്കുക അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ. അല്ലു വന്ന് കിടപ്പായല്ലോ. ഇനി നമ്മുടെ ക്ലീൻ ചെയ്യലാണ് ഒരു വല്ലാത്തൊരു പണി. അപ്പം എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇപ്പം സ്ഥിരമാണ്. മഴ പെയ്താൽ വെള്ളം കയറുക, ഇതേപോലെ വൃത്തിയാക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് വെള്ളം കയറാന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക പേടി വരുന്നത്. ഒരു ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വൃത്തിയാക്കില്ലേ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഴജന്തുക്കൾ കയറി കൂടുന്നത്. ഈ രണ്ട് കാര്യമാണ് വെള്ളം കയറുമ്പോൾ ഏറ്റവും പേടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ മഴയുടെ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്കാണ് ഇതേപോലെ വെള്ളം കയറുള്ള. ബാക്കി ആർക്കും ഇത്രയ്ക്ക് ഇങ്ങനെ കാർപ്പുറത്തിലേക്കൊന്നും വെള്ളം കയറില്ല. പണ്ടൊക്കെ എല്ലാവർക്കും കയറിയിരുന്നു, പിന്നെ അത് ഉയർത്തി കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ കയറാണ്ടായത്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഉയർത്തണമെങ്കിൽ ഈ ഒരു ചവിട്ടിൻ്റെ ഒപ്പെങ്കിലും ഉയർത്തണം. അപ്പം നമുക്ക് വീടിന് തറ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഉയർത്തണതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ കൊല്ലം ഇങ്ങനെ വെള്ളം കയറും, നമ്മളിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, എല്ലാ കൊല്ലം ഇതേപോലെ വെള്ളം കയറും. അപ്പം ഞാനിത് വീഡിയോയിൽ കാണിക്കും. കഴിഞ്ഞ വർഷം അതെ എനിക്കിങ്ങനെ കമൻറ്റ് വന്നു, ഞാൻ വെള്ളം കാണിക്കുന്നത് ഞാൻ നുണ പറയാന്ന്. നമ്മൾ വെള്ളം വരുന്നത് കാണിച്ചിട്ടാണ് നമ്മുടെ അവിടേക്ക് വെള്ളം കയറുന്ന കാര്യം പറയണേ. നമ്മുടെ താഴ്ന്ന് കിടക്കുന്ന ഭാഗമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എന്നോട് ഞാൻ നുണ പറയാന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര അപ്പോഴൊക്കെ എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ. അയ്യോ നമ്മളിതേപോലെ കാണിച്ചിട്ട് എന്താ ഞാൻ നുണ പറയണേന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാറില്ല. ഇപ്പോൾ തൊട്ട് ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എന്നിട്ടാണെന്ന് അറിയോ, ആദ്യം ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമുള്ള കാര്യം കേട്ടാൽ ഷാഹിദിനോടായാലും മക്കളോടായാലും നോക്കിയാൽ അങ്ങനെ പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടി ഫീൽ ചെയ്യണ പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ സ്വഭാവമൊക്കെ പോയി. ഇപ്പം എന്ത് കേട്ടാലും എന്തോ എൻ്റെ ജീവിതം എന്നെ അങ്ങനെ പഠിപ്പിച്ചു, അതാ വഴിക്ക് കളയുക, എന്ത് കേട്ടാലും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അതെന്നെ എനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ ഈ ഉഷാറിൽ വേഗം ഒന്ന് ഇത് വൃത്തിയാക്കി എടുക്കട്ടെ. കാരണം എന്താ പറയുക, ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു പണി കഴിയണ പോലെയാണേ. എങ്ങനെ തുടങ്ങണ്ടേന്നാണ് ആദ്യം കാരോട്ടൊക്കെ ഇങ്ങനെ അടിച്ച് കോരിയിലേക്ക് ഇട്ടിട്ട് കളയും. അതന്നെ ചെയ്യാം.
ഈ പ്രാവശ്യം നമുക്ക് വെള്ളം കയറിയത് ഇവിടെ വരിക കേട്ടാ, ഈ ഒരു ചവിട്ട് വരെ കയറി. പക്ഷേ 2018 ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, നമുക്കിപ്പോഴും വെള്ളം കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയുന്ന പോലെ വെള്ളം വരുമ്പോൾ എപ്പോഴും പേടി ആ 2018 നമ്മുടെ റാന്നിയിൽ ഇപ്പോൾ ഈ പ്രശ്നം നന്നായിട്ട് വെള്ളം കയറിയില്ലേ. അപ്പോൾ അവിടുത്തെ ആൾ പറയുന്നുണ്ടായിരുന്നു, ഒരാൾ വാർത്തയിൽ ഞാൻ കേട്ടതാ, 2018 വെള്ളം കയറിയതിൻ്റെ ഏതാണ്ട് അതിൻ്റെ ഒപ്പത്തിന് എന്നുള്ള പോലെ അവരവിടെ വെള്ളം വന്നു. അപ്പോൾ എല്ലാവരും വെള്ളം വരുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം നമ്മൾ 2018 തന്നെയാട്ടാ. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് 2018 എതിരൊപ്പം ഈ വെള്ളം ഇങ്ങനെ ആടില്ലേ, ഇങ്ങനെ ആടുമ്പോൾ ഇങ്ങനെ വരണ പോലെ, എന്നിട്ട് അങ്ങനെ ഇറങ്ങും, അങ്ങനെ ഒപ്പത്തിന് നിൽക്കുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നന്നായി പേടിച്ചു. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ അന്ന് വെള്ളം കയറിയവർക്ക് അറിയാം എത്ര നാശനഷ്ടം ഉണ്ടായേക്കണേന്ന്. അപ്പം നമ്മൾ വെള്ളം വരുമ്പോൾ നമുക്ക് പേടിയായിരുന്നു ഒപ്പത്തിന് നിന്നിട്ട്. അപ്പോൾ ആ ഒരു മൈൻഡൊക്കെയാണ് വെള്ളം വരുമ്പോൾ എപ്പോഴും പേടിക്കുക. കോഴികൾ കുറേ ചത്തു, എന്തൊക്കെയോ അയ്യേ. പിന്നെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വർക്ക് ഏരിയ അന്ന് ഇതിൻ്റെ ഒപ്പത്തന്നെ ആയിരുന്നു, നമ്മുടെ ഈ ടൈലിന്, അതായത് ഈ കാർ പോർച്ചിൻ്റെ ഒപ്പം. ഈ കാർ പോർച്ചില്ലേ, ഈ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പിൻ്റെ അത്ര താന്നിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് പോലെ ഈ സ്റ്റെപ്പും കണ്ടിരുന്നതാണ്. നമ്മൾ ഉയർത്തി ആദ്യം ഞങ്ങളുടെ കാർ പോർച്ച് ഗ്രാനൈറ്റ്, ഒരു മാർബിൾ കൊണ്ടുള്ളൊരു ഗ്രാനൈറ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഉയർത്തിയാണ് ഇപ്പോൾ ഇത്രയായത്. ഇനി ഒരു രക്ഷയില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയായിരുന്നു. അപ്പോൾ അതേപോലെ വർക്ക് ഏരിയ നമുക്ക് അതേപോലെ താന്നിട്ടായിരുന്നു. അന്ന് 2018 3 ദിവസം വെള്ളം നിന്ന വർക്ക് ഏരിയയിൽ. എന്നിട്ടേ വൃത്തിയാക്കപ്പെട്ട പാടില്ലേ, ഈ അഴുക്കിങ്ങനെ നടന്നിട്ടേ എന്താ പറയുക, ഈ വെള്ളം നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തെ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ വരണ്ടേ. അപ്പോൾ പല അഴുക്കുകളായിരിക്കും, എന്തൊക്കെയായിരുന്നു. അയ്യോ, അന്നത്തെ കാര്യമൊക്കെ ആലോചിച്ച് എനിക്ക് ഇപ്പോഴും കൂടി എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കും, നമ്മുടെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുന്നവർ കുറേ പേരുണ്ടല്ലോ. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. അതാണ് പിന്നത്തെ ഒരു സമാധാനം. അപ്പം പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇത്ര ഭാഗമല്ലേ വൃത്തിയാക്കുണ്ടോ, പിന്നെ അത് ഇവിടെയല്ലേ വർക്ക് ഏരിയ. പിന്നെ നമ്മൾ പൊക്കി വീണ്ടും ഹൈറ്റ് കൂട്ടിയ കാരണം അങ്ങോട്ട് അങ്ങനെ വെള്ളം വരില്ല. നമ്മുടെ ഈ ടൈലില്ലേ ഇങ്ങനെ മണ്ണിൻ്റെ കറ വരാനുള്ള കാരണം അങ്ങനെയാണ്. നമുക്ക് ഓരോ കൊല്ലം ഇതേപോലെ മഴ പെയ്യുമ്പോൾ വെള്ളം വരുമ്പോൾ ഇങ്ങനെ ഈ അഴുക്കുകൾ അറിയുമ്പോൾ എങ്ങനെയാണെങ്കിൽ ആ കറ അവിടെ നിൽക്കും. അങ്ങനെ ഇത് ആ മണ്ണിൻ്റെ കറ പോവാണ്ടായി തുടങ്ങി. ഇങ്ങനെ വെള്ളം കയറിയിട്ട് കെട്ടി നിൽക്കുന്ന അഴുക്കാവുമ്പോഴേ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ അതിൽ നിന്ന് വരാൻ പെട്ടെന്ന് സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൃത്തിയാക്കുമ്പോൾ നമ്മൾ 1-2 വട്ടം ഇതേപോലെ തന്നെ സോപ്പും പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ഇട്ടിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണമെന്ന്. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെരുപ്പിട്ടിട്ട് നമ്മളിപ്പോൾ കാർ പുറത്തിരിക്കുന്ന ഇറങ്ങിയ വരില്ലല്ലോ. അപ്പോൾ കാലുമൊക്കെ വരെ സ്കിൻ സംബന്ധമായ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത്രേ. അങ്ങനെ നമ്മുടെ വലിയൊരു യുദ്ധം കഴിഞ്ഞു. വൃത്തിയായി കിട്ടുമ്പോഴേ കിട്ടണ ആ ഒരു സുഖം ഉണ്ടല്ലോ,
അതൊരു ഭയങ്കര കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ എന്തായാലും നമുക്ക് അവിടുത്തെ പറമ്പിലൊന്ന് പോയി നോക്കാം. എന്നാണെങ്കിൽ ഇന്ന് സലാഡിന് കുക്കമ്പർ ഇല്ല, അപ്പോൾ എന്തായാലും ഉണ്ടാവും പൊട്ടിക്കാൻ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇനി വരാം നമുക്ക്. പറമ്പ് കുഴപ്പമില്ല, ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ 2 കുക്കമ്പർ പൊട്ടിക്കാം നമുക്ക്. ഒരു ചെറിയൊരു വാട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല മഴ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വളർച്ചയ്ക്ക് പെട്ടെന്ന് അവരെ ബാധിക്കുകയെ. നോക്കട്ടെ, ഇന്ന് നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മളെ പറമ്പിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതാ നമ്മുടെ അല്ല് നോക്കിയേ കിടക്കണേ. അച്ഛോ എന്തോ ഒരു പാവമായിട്ട് കിടക്കണേ നോക്കിയേ, പാവം. ഇതൊക്കെ നല്ല വൃത്തിയായിട്ടപ്പോൾ. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0യിലേക്ക് ഒരു പാചകം വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാമ്പാറാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നാളികേരൊന്നും വറുത്തരയ്ക്കാത്ത ഒരു സാമ്പാറാണ്, പെട്ടെന്നൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഷായേട്ടനെ ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷായേട്ടൻ ടേസ്റ്റ് പറഞ്ഞാൽ എനിക്കൊരു തൃപ്തിയാവുള്ളേ. കാണുമ്പോഴേ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കിയേ, രസമുണ്ട്. ഒരു നല്ലതും കൂടി നല്ല രസമുണ്ടാവും. നമ്മൾ ലാസ്റ്റ് കടുക് പൊട്ടിക്കണേൻ്റെ പുലിവയ്ക്ക് ഒന്ന് പൊട്ടിച്ചില്ലേ, അപ്പൊ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് കേട്ടാ. അടിപൊളി. പിന്നെ നമ്മുടെ ഈ സാമ്പാറുണ്ടല്ലോ, യൂണിക് ഫാമിലി 2.0 പോയിട്ട് കാണണം കേട്ടാ. അപ്പൊ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്